റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് കല്ലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് അനുമോദന യോഗം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും റാങ്ക് ജേതാക്കളെ ആദരിക്കലും സ്കൂൾ ബാഗ് കുട വിതരണവും നടത്തി. ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന യോഗം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സഹകരണ ബാങ്കിന് ഒരു നാടിൻ്റെ വികസനത്തെ അല്ലെങ്കിൽ വളർച്ചയിൽ അല്ലെങ്കിൽ നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിൽ ഇത്രയും പങ്കുവഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉത്ഭവിക്കുമ്പോൾ വിഭാവനം ചെയ്തത് ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെ ജനങ്ങൾ സ്വയം സംഘടിച്ച് ഒന്നിച്ചു വന്ന് അവരുടെ സാമ്പത്തിക ക്രമീകരണം ഒന്ന് ഏകീകരിച്ച് പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ഒരു മൂവ്മെന്റ് എന്ന നിലയിലാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ സഹകരണ മേഖല വലിയ ഒരു അഴിമതിയുടെ കേന്ദ്രമായി മാറുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അധികാരത്തിനും പദവികൾക്കും വേണ്ടി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തുന്നതിന് വേണ്ടിയൊക്കെ സഹകരണ മേഖല വളരെ മ്ലേച്ഛമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിനൊരു അപവാദമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കല്ലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ സംഘം എന്ന് പറയുന്നത്. എനിക്കറിയാം. ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഉല്ലാസ് തോമസ്, റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ഷിവാഗോ തോമസ്, വാർഡ് മെമ്പർ ബാബു മനക്കപ്പറമ്പൻ, വൈസ് പ്രസിഡന്റ് വിജയൻ P, ജോയി മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.